ഹലോ ഗൈസ്, ഇത് ഞാൻ എൻ്റെ വീട്ടിൽ പോയ വിഷുവിൻ്റെ ദിവസമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതെൻ്റെ തറവാടാണ്. അവിടെ നല്ല അടിപൊളി നാട്ടുമാങ്ങയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ പെറുക്കി കൊണ്ടുവന്നു. ഇത് എൻ്റെ വീട്ടിലാണ് ഉള്ളത്. അപ്പം അച്ഛൻ ഒരുപാടായി, കഴിഞ്ഞ വർഷമൊന്നും നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ പടക്കമൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ പൊട്ടിച്ച് അച്ഛന് വലിയ സന്തോഷമായിരുന്നു കേട്ടോ. അമ്മയില്ലാത്ത എൻ്റെ വീട്ടിലോട്ടേക്ക് വരാൻ തന്നെ ഭയങ്കര മടിയാണ്. ഇത് കണ്ടോ, വീടിൻ്റെ ഒക്കെ കോലം കണ്ടോ കേട്ടോ. ആരും വരുത്തും പോക്കും ഇല്ലാത്തതുകൊണ്ട് ഉറങ്ങിക്കിടക്കുവാണ് കേട്ടോ. അപ്പം അന്നയും കുഞ്ഞാറ്റയും കൂടി അവിടുന്ന് പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. അച്ചാച്ചനിങ്ങനെ സാലഡും പിന്നെ വത്തക്കയും പൈനാപ്പിളൊക്കെ കഴിക്കും. അപ്പോൾ ചോറ് കഴിക്കാനുള്ള സമയമായി. അപ്പോൾ അച്ഛൻ ഉണ്ടാക്കിയതാണ് നെയ്ച്ചോറ് ചിക്കൻ കറി ആയിരുന്നു കേട്ടോ. ചേച്ചി കറിയൊക്കെ വെച്ചത്. ഞാൻ ഇച്ചിരി ലേറ്റായി വരുമ്പോൾ, പൊതുവേ ഞാൻ എങ്ങനെയാണല്ലോ. അപ്പോൾ ഞങ്ങൾ ചോറ് കഴിക്കാനിരുന്നേ. അപ്പോൾ കണ്ണനും കുഞ്ഞാറ്റയും പിന്നെ ചേട്ടനും അനൂട്ടിയും അച്ഛൻ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അച്ഛന് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഞങ്ങൾ വന്നപ്പോൾ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ചോറ് കഴിക്കാൻ പോവാണേ. അപ്പോൾ അച്ഛനും ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചോറൊക്കെ കഴിച്ചിട്ട് വയലിലൊക്കെ പോകണം. പിന്നെ അച്ഛമ്മ ചേച്ചിയുണ്ട് കേട്ടോ ഇപ്പോഴും. അപ്പോൾ അമ്മമ്മേനൊക്കെ കാണാൻ പോകണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇച്ചിരി നേരത്തെയൊക്കെ ചോറ് കഴിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ പായസമുണ്ട്, നെയ്ച്ചോറുണ്ട്, ബീഫുണ്ട്, ചിക്കനുണ്ട്, പിന്നെ ആ പായസം ഉണ്ട് കേട്ടോ. പ്രഥമ പായസം ഉണ്ട്. അതിൻ്റെ അകത്ത് പപ്പടമൊക്കെ പൊടിച്ചിട്ട്. അപ്പം ഞാൻ നേരെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ച് തറവാട്ടിൽ പോയി. ആ തറവാട്ടിൽ ചോറ് കഴിക്കണം എന്ന് അവർ നിർബന്ധം പറഞ്ഞേ. ഇച്ചിരി ഒരു സ്പൂണിലാണെങ്കിലും ഒരു സ്പൂണിൽ തിന്നണം. അച്ഛൻ്റെ ചേട്ടൻ്റെ മോനാണ് കേട്ടോ അത്. അപ്പം ഞങ്ങൾ ഓരോ സ്പൂണിൽ ചോറും പായസമൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഇങ്ങനെ ഓരോ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ അവൻ പറയുന്നത് ഇതെല്ലാം നീ പകർത്തി ഇട്ട് പിന്നെ പോസ്റ്റ് ചെയ്യുമെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. ഇതാണ് അവിടുത്തെ ഒരു വ്യൂ. മുന്നിൽ വയലാണ് കേട്ടോ, വലിയ വിശാലമായ വയലാണ്. ഇതാണ് കേട്ടോ തറവാട്. അപ്പോൾ ഇവിടെ അച്ഛൻ്റെ ചേട്ടൻ്റെ ഭാര്യയൊക്കെ ഉണ്ട് കേട്ടോ. മാമയുണ്ട്, കുഞ്ഞാറ്റയുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ കാലം കൂടി വന്നതാണ്. പുതിയ വീടൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പുറം തറയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ കാലം കൂടി വന്നുകൊണ്ട് വരാറുണ്ട്. വല്ലപ്പോഴും വരാറുള്ളൂ. വന്നൊന്ന് മിന്നിച്ചങ്ങ് പോക്കാണ്. അപ്പോൾ ഇങ്ങനെ അവരിങ്ങനെ ഓരോന്ന് പറയുക, ഞാനിങ്ങനെ വീഡിയോ പിടിക്കുമ്പോൾ അവരിങ്ങനെ ചിരിക്കുക. അപ്പോൾ ഇത് റിജുവേട്ടൻ ഇങ്ങനെ കൊച്ചിനെ ഇങ്ങനെ തമാശയാക്കാൻ കേട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ. സമയം പോയത് അറിഞ്ഞില്ലേ. അവരെപ്പം പറയും ഒന്ന് വന്നിട്ട് പോകും ഇവിടെ വരാൻ സമയം. റിജുവേട്ടനൊക്കെ കളിയുണ്ടോ അത് കൊച്ചിനോട് പറയുന്നു കേട്ടോ. ഇവിടെ വയലും ചക്കയും പശുവും നാടൻ വൈബ് തന്നെ കേട്ടോ. ഉണ്ടോ കൂടിൽ നിറച്ച് കോഴികളും പിന്നെ പച്ചമുളകും. ഇതൊക്കെ എന്ത് ഭംഗിയാണെന്നറിയാം. ഇതൊന്നും നമ്മുടെ വീട്ടിൽ പോയാൽ കിട്ടൂല കേട്ടോ. ഒരു വീട്ടിൽ ഇങ്ങനെ ഇരുന്ന് അപ്പുറത്തെ വീട്ടിലൊന്നും പോകാണ്ട് വീട്ടിലുള്ള ആളോട് എന്നെ സംസാരിച്ച് ഭയങ്കര ബോറടിയാണ് കേട്ടോ. ഇവിടെ വന്നാൽ അപ്പുറത്ത് പോയി ഇപ്പുറത്ത് പോയി അടിപൊളി രസമായിരിക്കും. അപ്പം അങ്ങനെ പല കാഴ്ചകൾ നമ്മളിങ്ങനെ. ഇവിടെ രാവിലെയൊക്കെ നല്ല തണുപ്പായിരിക്കും കേട്ടോ. ഇപ്പം ചൂടാണ്, വയലിൻ്റെ ചൂടുണ്ട് കേട്ടോ. നന്നായിട്ട് വെയിലും ഉണ്ടല്ലോ. അപ്പം ഞങ്ങൾ അങ്ങനെ ഇവിടുന്നും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടോ. ചോറൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം അച്ഛമ്മയുടെ ചേച്ചീനെ കാണാൻ പോകാൻ പ്രായമായി 90 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അടിപൊളി രസമാണ്. ഈ ചുന്തിരി മോളെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ കുറേ വർത്താനൊക്കെ പറഞ്ഞു. അപ്പം പറയുന്ന ഞാൻ ഉടങ്ങിപ്പോയി, എൻ്റെ പല്ലില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളോട് ഇങ്ങനെ ഓരോ കഥകളിങ്ങനെ പറയാം കേട്ടോ. എന്നെ എന്തിനാണ് വിളിച്ചേക്കുന്നത്. അപ്പം അതായത് അച്ഛമ്മേൻ്റെ ചേച്ചി കേട്ടോ. അച്ഛമ്മ മരിച്ചത് കൊണ്ട് എൻ്റെ പെണ്ണ് പോയി എന്നെ അങ്ങ് കൂട്ടിക്കൊന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര അലമ്പാക്കുവാണ് കേട്ടോ. ഇന്നിവിടെ നിൽക്കാന്നാൽ എന്നെ വേറെ നോക്കറും മക്കളെ മുണ്ടും എന്തോ എൻ്റെ അപ്പ